ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ഐ ഡോണ്ട് നോ വോട്ട് ഐ എം ലിസണിംഗ് സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ ഓഫീസിലാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, 541 ലോക്സഭ എം പി, 245 രാജ്യസഭ എം പി ഒക്കെ വർക്ക് ചെയ്യുന്ന ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ന്യൂഡൽഹിയിലാണ് നിൽക്കുന്നത്. എനിക്ക് ഇവിടുത്തെ നമ്മളുടെ നാട്ടിലെ 20 ലോക്സഭ എം പിയോടും പ്രധാനമന്ത്രിയോടും ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയോടും മറ്റ് മന്ത്രിമാരോടും എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം, ഒരു 1,87,00,000 ആൾക്കാരെ ബാധിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം നിങ്ങൾക്ക് ഒന്ന് സന്ദർശിക്കാൻ എന്തുകൊണ്ടാണ് സമയമില്ലാത്തത്? പ്രധാനമന്ത്രി 1,27,00,000 ആൾക്കാരെ ബാധിക്കുന്ന കാര്യത്തെ ഇത്ര നിസ്സാരമായി കാണുന്ന താങ്കൾ ഈ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ മിസ്റ്റർ MP നരേന്ദ്രമോദി അർഹനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. രണ്ടാമത്തെ കാര്യം, നേരത്തെ കോവിഡ് വന്ന സമയത്ത് കേരള തീരത്തും തമിഴ്നാട് തീരത്തും ചൈനീസ് കപ്പൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് COVID-19 വന്നത്. അതുപോലെ 2018-ലെയും 2019-ലെയും പ്രളയ സമയത്ത് കൊച്ചിയിലും ചെന്നൈ പ്രളയ സമയത്ത് തമിഴ്നാട്ടിലും ചൈനയുടെ മിസൈൽ വഴിയുള്ള അല്ലെങ്കിൽ മേഘസൃഷ്ടി വഴി ക്ലൗഡ് സീഡിംഗ് വഴിയുള്ള പ്രളയം സൃഷ്ടിക്കാൻ കഴിയുന്ന കപ്പൽ വരെ അവിടെ കണ്ടതായിട്ട് റിപ്പോർട്ടുകൾ അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പം മൂന്നാമത് വീണ്ടും ഒരു മഹാപ്രളയമാണ് വരാൻ സാധ്യത. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് ഈ പ്രസിഡന്റ്, ഈ പ്രധാനമന്ത്രി അല്ലെങ്കിൽ MP, ഇവിടുത്തെ മറ്റ് ആൾക്കാർ എന്താണ് നമ്മുടെ നാടിന് വേണ്ടി ചെയ്തേക്കുന്നത്? ഇത്രയും ആൾക്കാരുടെ ജീവൻ വെള്ളത്തിൽ പോകാതിരിക്കാൻ എന്താണ് ഒരു പരിഹാരം? അതിന് ഒരൊറ്റ സൊല്യൂഷൻ, പ്രധാനമന്ത്രിയായിട്ടും പ്രസിഡന്റായിട്ടും അഭിലാഷ് കൽക്കിജിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇനിയില്ല. കാരണം ബാക്കി എല്ലാത്തിൻ്റെയും സമയം കഴിഞ്ഞു. നന്ദി, നമസ്കാരം, ശുഭദിനം. താങ്ക് യു.